ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എന്തെല്ലാം ഗൈഡൻസ് ആണുള്ളത്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. വളരെ പ്രാർത്ഥനയോടുകൂടി പ്രതീക്ഷയോടുകൂടി പോസിറ്റീവ് എത്തിക്കണം കേട്ടോ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഹീറോഫിൻ്റെ കാർഡാണ്. അപ്പോൾ ഇത് നമ്മുടെ സമൂഹം, നിയമ സംവിധാനങ്ങൾ അതുമായി ചേർന്ന് പ്രവർത്തിക്കുക, അതിനെ അനുസരിക്കുക, നിയമ സംവിധാനങ്ങളെ അനുസരിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നൊക്കെയാണ് ഈ ഹീറോഫിൻ്റെ കാർഡ് പറയുന്നത്. നിങ്ങൾ ഒരു സോഷ്യൽ വർക്കർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഇവിടുത്തെ സാമൂഹിക സമ്പ്രദായത്തെ തിട്ടപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കും. അതായത് ഇലക്ഷനാണല്ലോ. അപ്പോൾ അതാണ് ഹീറോഫിൻ്റെ കാർഡ് പറയുന്നത്. റൂൾസ് ആൻഡ് റെഗുലേഷനെ കുറിച്ചാണ് പറയുന്നത്. സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് റൂൾസാണ് ഈ പറഞ്ഞ ഹീറോഫിൻ്റെ കാർഡ് പറയുന്നത്. അതുപോലെ അതുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ദിവസമായിരിക്കാം ഇന്നത്തെ ദിവസം. അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള സംവിധാനങ്ങൾ, ട്രഡീഷണൽ ആയിട്ടുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കാം. അത്തരം സംവിധാനങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുന്നതായിരിക്കാം. അതുപോലെ ഇത് നിയമം നടപ്പിലാവുന്ന ദിവസം എന്നും കൂടിയാണ് കേട്ടോ. ഹീറോഫിൻ എന്ന് പറയുന്നത് നിയമവും നിയമ സംവിധാനം നടപ്പിലാവുന്നതുമായ ദിവസമാണ്. അപ്പോൾ ഇന്നാണ് ദിലീപിൻ്റെ കേസിന് വിധി വരുന്ന ദിവസം. അപ്പോൾ അതുമെല്ലാം കറക്റ്റ് കാർഡാണ് വന്നിട്ടുള്ളത്. നിയമ സംവിധാനം, നമുക്കതിലൊരു വിശ്വാസം വരിക, അല്ലെങ്കിൽ നിയമവും അതിൻ്റെ റൂൾസിനെയും അനുസരിക്കുക, പരിപാലിക്കുക എന്നൊക്കെയുള്ളതാണ് കാർഡ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ഫർഗീവ്നെസ് എന്നൊരു കാർഡുണ്ട്. അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിങ്ങനെ വലുതായി വരുന്നതല്ലാതെ, എന്ത് കാര്യം മനസ്സിൽ വെച്ചാലും പെരുക്കുന്നതല്ലാതെ അതിലൊരു കുറവ് വരുന്നില്ല. അപ്പോൾ നമ്മളതിനെ ഫർഗീവ് ചെയ്ത് വിട്ടുകളയണം എന്നാണ് ഈ കാർഡ് പറയുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോവുക, നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക, ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഒത്തിരി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. പിന്നെ ഇത് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ഇന്ന ദിവസം കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മതപരമായിട്ടുള്ളതോ സാമുദായികപരമായിട്ടുള്ള ആളുകളുമായിട്ട് മീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ആളുകളെ കാണുക, അങ്ങനെയുള്ള ആളുകൾ നിങ്ങളോട് വന്ന് സംസാരിക്കുക. ഈ രാഷ്ട്രീയക്കാർ അങ്ങനെ അതൊക്കെ തന്നെയാണ് കേട്ടോ. സാമുദായിക മത നേതാക്കളൊക്കെ നിങ്ങളോട്, നമ്മളെപ്പോഴും ഹീറോഫിൻ്റെ കാർഡ് വരുമ്പം നമ്മൾ പറയുന്നതാണ് ആ ആളുകളെ കാണാനൊക്കെ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം കറക്റ്റ് കാർഡാണ് വന്നേക്കുന്നത്. അക്യുറേറ്റ് കാർഡാണ് വന്നേക്കുന്നത്. എല്ലാം കൊണ്ടും മത സാമുദായിക നേതാക്കന്മാരെ കാണുക, രാഷ്ട്രീയക്കാരെ കാണുക, നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുക, ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഭാഗഭാക്കാവുക, ഇതൊക്കെ തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതിനകത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ തന്നെ ആവശ്യമില്ല. ഹീറോഫിൻ്റെ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇന്ന് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ നാളത്തെ കഴിഞ്ഞിട്ട് ഇലക്ഷനാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അത്ര തന്നെ തിരക്കായിരിക്കും. നമ്മളെ കാണാൻ നമ്മുടെ നേതാക്കന്മാരൊക്കെ വരുന്നതൊക്കെ ആകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് കാർഡ് ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ കാർഡാണ്. അപ്പോൾ ഇവിടെ പഴയ ഒരു സംവിധാനം അവസാനിക്കുന്നു, പുതിയൊരു സംവിധാനം ആരംഭിക്കുന്നു എന്നാണ്. അപ്പം ഏതൊരു പാറ്റേണിലാണോ നിങ്ങൾ വന്നുകൊണ്ടിരുന്നത് ആ പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ അവസാനിച്ചു പോകുന്നു എന്നാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നു, പുതിയൊരു കാര്യം ആരംഭിക്കുന്നു എന്നാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഈഗോ ഇതുവരെ ഈഗോ ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ഈഗോ ചിലപ്പോൾ ഈഗോലെസ് ആയിട്ട് നിങ്ങൾക്ക് പെരുമാറാനായിട്ട് പറ്റുമായിരിക്കും ഇനി മുതൽ. അപ്പോൾ അതാണ് ഡെത്ത് കാർഡ് പറയുന്നത്. അതായത് നമ്മുടെ വേണ്ടാത്ത ചില കാര്യങ്ങളെ നമ്മൾ വിട്ട് കളയുന്നു, വേണ്ടെന്ന് വെക്കുന്നു, അത് ഡെത്തായി പോകുന്നു എന്നാണ്. ഇൻ കേസ് നമ്മളായിട്ട് ഇത് വേണ്ടെന്ന് വെക്കുന്നില്ലെങ്കിൽ അത് യൂണിവേഴ്സായിട്ട് തന്നെ നമ്മളിന്നത് മാറ്റിക്കളയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊരു പരിവർത്തനത്തിൻ്റെ കാർഡാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ചിൻ്റെ ഒക്കെ കാർഡാണിത്. അപ്പോൾ എന്താണോ ഇതുവരെ ഉണ്ടായിരുന്നത് അത് നേരെ മാറും, അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നു എന്നാണ് ഡെത്ത് കാർഡ് പറയുന്നത്. അപ്പോൾ എന്നും ഉള്ളതിനേക്കാൾ വ്യത്യാസമായിട്ടുള്ളൊരു സാഹചര്യത്തിലായിരിക്കും ഇന്നേ ദിവസം ഉണ്ടാവുക. ഇന്നവരെ ഉണ്ടായിരുന്നതിനേക്കാൾ മറ്റൊരു മാനസികാവസ്ഥയിലായിരിക്കും നിങ്ങളുണ്ടാവുക, മറ്റൊരു തലത്തിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. മൊത്തത്തിലൊരു ചേഞ്ച് വരുന്നതാണ് ഡെത്ത് കാർഡ്. ഓക്കെ. അതൊരു ട്രാൻസ്ഫോർമേഷൻ കാർഡാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ ഇതൊരു എൻഡിങ് ആണ്. ഡെത്ത് എന്ന് പറയുമ്പോൾ ഒരു എൻഡിങ് ആണ്, അതുപോലെ തന്നെ ഒരു റീബർത്തും കൂടിയാണ്, പുതിയൊരു തുടക്കം കൂടിയാണ്. പിന്നെ പറയുന്നത് ഒരുപാട് പെട്ടെന്നൊരു മാറ്റം നിങ്ങളിലേക്ക് വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് ഇന്ന ദിവസം വരാൻ സാധ്യതയുണ്ട്. ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡെത്ത് കാർഡ് എപ്പോഴും ഡെത്ത് കാർഡ് തന്നെയാണ്. അതൊരു നോ കാർഡാണ്, നെഗറ്റീവ് കാർഡാണ്. അപ്പോൾ ഒന്ന് കരുതിയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ എപ്പോഴും പറയുന്നതാണല്ലോ, വീണ്ടും അത് നെഗറ്റീവ് പറയുന്നില്ല കേട്ടോ.
അടുത്തത് 4 ഓഫ് വാൺസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സക്സസിൻ്റെ ദിവസമാണ് ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഴയകാല കുറേ ബുദ്ധിമുട്ടുകളിലാണ് ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ പാഷനെ ചേസ് ചെയ്ത് പോയി നിങ്ങൾ കുറേ ട്രോമകളിലൂടെ പോയിട്ടുള്ള ആളാണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങളെ സംബന്ധിച്ച് ഒരു സക്സസിൻ്റെ ദിവസമാണ്. നിങ്ങൾ ആ ട്രോമകളിൽ നിന്നെല്ലാം ഒഴിവായി നിങ്ങളൊരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻറ്റിലേക്ക് വരുന്ന ദിവസമാണ്. അതായത് ഒരു ആശയം മനസ്സിലേക്ക് വരുന്നു, അത് രൂപീകൃതമാകുന്നു, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം അതിനു വേണ്ടി എന്ന് ആലോചിക്കുന്നു, വരുംവരായികളെക്കുറിച്ച് ചിന്തിക്കുന്നു, അവസാനം മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുന്നു, അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് പ്ലാനിങ്സ് നടത്തുന്നു. അപ്പോൾ ഇതെല്ലാം ഓരോ ഘട്ടങ്ങളാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം നമുക്ക് ഒരുപാട് ട്രോമാസ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് കിട്ടുന്ന ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. ഇതൊരു ആഘോഷത്തിൻ്റെ കാർഡാണ്, അതുപോലെ മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്, പിന്നെ ഹോം കമ്മിങ്, ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കാർഡാണ്. പിന്നെയെന്ന് പറയുന്നത് കല്യാണം, ട്രഡീഷണൽ ആയിട്ടുള്ള കല്യാണങ്ങൾ, അങ്ങനെയുള്ള കാർഡാണ്. പിന്നെന്താണ്, നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയോടൊപ്പം ചേർന്നിട്ട് ഒരു ആഘോഷവേളയിൽ പങ്കെടുക്കുന്നു എന്നൊക്കെയാണ് ഈ 4 ഓഫ് വാണ്ട് പറയുന്നത്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ 4 ഓഫ് വാണ്ട് എന്ന് പറയുന്നത് ഒരു ആശയ സഫലീകരണം അല്ലെങ്കിൽ ആഗ്രഹ സഫലീകരണം എന്നൊക്കെ പറയാം. വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡ് തന്നെയാണ്, റീയൂണിയൻ്റെ കാർഡ് തന്നെയാണ്, സോൾമേറ്റിൻ്റെ കാർഡാണ്. അതൊക്കെയാണ് സോൾമേറ്റിൻ്റെയും ട്വിൻ ഫ്ലെയിമിൻ്റെയും കാർഡാണ്. ഇതൊക്കെയാണ് 4 ഓഫ് വാണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരിലൊരു പരിവർത്തനം നടക്കാനും അവിടെ ഒരു റീയൂണിയൻ നടക്കാനും സാധ്യതയുണ്ട്. വന്നേക്കുന്ന എല്ലാം നീക്കി. ഇത് 2 മേജർ അർക്കാന കാർഡും 4 ഓഫ് വാണ്ട് മൈനർ അർക്കാന കാർഡുമാണ്. ഓക്കെ, നെക്സ്റ്റ് 7 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇന്ന് പണിയെടുത്ത് നടുപടി. നമ്മൾ എന്നും ചെയ്യുന്നതല്ലാത്ത കുറേ അധികം കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരായിരിക്കും. നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ, മറ്റ് പല കാര്യങ്ങളും നമ്മൾ ഇന്നേ ദിവസം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടുള്ള കുറേ ആകുലതകളുണ്ടാവാം. നമ്മുടെ അസറ്റ്സ്, നമ്മുടെ സമ്പാദ്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഓർത്തുള്ള ഭയമായിരിക്കാം, നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥയെ ഓർത്തുള്ള പേടിയായിരിക്കാം, അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ടോ വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, പർച്ചേസിങ് നടത്തുക, പിന്നെ കല്യാണ നിശ്ചയം, കല്യാണം ഇതിലൊക്കെ പങ്കെടുക്കുക. പിന്നെ കുറച്ച് ഒബ്സഷനും അഡിക്ഷനും കൂടെയൊക്കെയുള്ള ദിവസമാണ് കേട്ടോ. കുറച്ച് അഡിക്ഷനൊക്കെ ചിലതിനോട് തോന്നാനും ആ രീതിയിലുള്ള ചില സമ്പർക്കങ്ങളിൽ, ചില ഗെറ്റ് ടുഗദറുകളിൽ പങ്കെടുക്കാനും സാധ്യതയുണ്ട്. ഇൻടോക്സിക്കേഷനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമായിട്ടും കൂടെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം ഒരുപാട് സാഹചര്യങ്ങളും അനുകൂലമായും പ്രതികൂലമായും ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ചോയ്സസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കാനും സാധ്യതയുണ്ട്, സാധിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. വിലപിടിപ്പുള്ള സാധനങ്ങൾ കിട്ടാനും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. പണം ധാരാളമായി വരാനും പണം പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു രീതിയിൽ പണം കിട്ടുവാണെങ്കിൽ മറ്റൊരു രീതിയിൽ പണം നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുള്ള ഇങ്ങനെ ഡബിൾ ഗെയിം, ഇല്യൂഷൻ്റെ ആവുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അത് ആലോചിച്ച് സൂക്ഷിച്ചൊക്കെ മാത്രം കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ചും പണത്തിൻ്റെ കാര്യത്തിൽ ചിലവാക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. പണം നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മളത് ഹാൻഡിൽ ചെയ്യണം കേട്ടോ. കയ്യിൽ നിന്ന് പൈസ പോവുക എന്നുള്ളതല്ല, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത സമയത്ത് പണം സ്പെൻഡ് ചെയ്യുന്നതും പണനഷ്ടം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പം മേലധികാരികളുടെ നിയന്ത്രണത്തിലായിരിക്കും നിങ്ങൾ. അൺബയസ്ഡ് ജഡ്ജ്മെൻ്റ് ആണ്. വീണ്ടും നിങ്ങളൊരു ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമാവുന്നു എന്നാണ്. ഇവിടെ നിങ്ങൾ മറ്റുള്ളവരുടെ അധികാരികളുടെ ചോദ്യം ചെയ്യലിന് വിധേയരാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങളും ഈ പറഞ്ഞ ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ അൺബയസ്ഡ് ആയിട്ട് നിൽക്കുക, മറ്റൊരാളുടെ പക്ഷം പിടിക്കാൻ പോകരുത്. കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് ഉണ്ടായിരിക്കണം, ക്ലാരിറ്റി ഉണ്ടാവണം. ഒരു കാര്യത്തിലും നമ്മൾ പക്ഷം പിടിക്കാൻ പോകരുത്. അതുപോലെ കൃത്യമായിട്ട് ബൗണ്ടറീസ് ഉണ്ടായിരിക്കണം. നമ്മൾ ഒന്നിലും ഓവറായിട്ട് അറ്റാച്ച്ഡ് ആവരുത്, ഓവറായിട്ട് ഡിറ്റാച്ച്ഡ് ആവരുത്. കൃത്യം ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രം നമ്മളിന്ന് കാര്യങ്ങളെ കാണണം. ഇന്ന് വളരെയധികം നമ്മൾ സ്വതന്ത്രരായിരിക്കും. നമ്മൾ എന്നുമുള്ള കെട്ടുപാടുകളിൽ നിന്ന്, ഇപ്പോൾ വീട്ടിൽ നിന്ന് അകലെയായിരിക്കും, ജോലി സ്ഥലത്ത് നിന്ന് അകലെയായിരിക്കും. അപ്പോൾ വേറൊരു സാഹചര്യത്തിലായിരിക്കും നമ്മളുണ്ടത്. ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് തോന്നും. നമ്മൾ ഭയങ്കര സ്വാതന്ത്ര്യം ആഘോഷിക്കുക, സ്വതന്ത്രമായിരിക്കുക, അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഇത് പറയുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുന്ന ആളാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. ഇനി നിങ്ങളൊരു വിസ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടിരിക്കുവാണെങ്കിൽ മിക്കവാറും വിസയൊക്കെ പ്രോസസ്സ് ചെയ്യാതെ അത് റിജക്റ്റഡ് ആവുക, അതിൽ ചോദ്യങ്ങൾ വരിക, അതിന് എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് വരിക, അങ്ങനെയൊക്കെ ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ക്ലിയർ മൈൻഡഡ് ആയിട്ടിരിക്കുക. നിങ്ങൾ ഏറ്റവും പ്യുവർ ഹാർട്ടഡ് ആയിട്ടിരിക്കുക. മറ്റുള്ളവർ പറയുന്നതിന് കേൾക്കുക. രണ്ട് ഭാഗവും കേട്ടതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. അതൊക്കെയാണ് ക്യൂൻ ഓഫ് സ്വോർഡ്സ് പറയുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കേണ്ടതാണ്.
ഓക്കെ, നെക്സ്റ്റ് 2 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം ഇന്ന് ചെയ്യാൻ തീരുമാനിച്ചതുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പുതിയ തുടക്കമാണ്. ചിലപ്പോൾ അത് പുതിയ റിലേഷൻഷിപ്പുകളാകാം, പുതിയ ഒരു മേഖലയിൽ നിങ്ങൾ ജോലിക്ക് പോകുന്നതാവാം, പുതിയൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ പുതിയൊരു ചുവടുവെപ്പ് നടത്തുന്നതാവാം. അതൊക്കെയാണ് 2 ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത്. പുതിയ മേഖലയിൽ ചുവടുവെപ്പ് എടുത്തതിന് ശേഷം അതിനെക്കുറിച്ച് കാര്യകാരണ സഹിതം നിങ്ങൾ വ്യക്തമായി ചിന്തിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാണ്. എന്തെല്ലാം റിസോഴ്സുകൾ എന്തെങ്കിലും ഉണ്ട്, ഇനി എന്തെല്ലാം വേണം, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ, അപ്പോൾ രണ്ടിലൊന്ന് പോണോ വേണ്ടയോ എന്നൊരു തീരുമാനം എടുക്കാതെ നിൽക്കുന്നൊരു കൺഫ്യൂഷൻ ഇല്ലേ, ആ സ്റ്റേറ്റ് തന്നെയാണ്. പക്ഷേ ഇന്നേ ദിവസം നിങ്ങൾ തീരുമാനം എടുക്കും, നിങ്ങൾ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് 2 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരുമെന്ന്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യും. നിങ്ങൾ ചിലപ്പോൾ ചിലരെ ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവരെ ഓൺലൈനിൽ വരുന്നുണ്ടോ, അവർ പോകുന്നുണ്ടോ, അവരുടെ ലാസ്റ്റ് സീൻ എപ്പോഴാണ്, അവരുടെ അപ്ഡേഷൻസ് വല്ലതും ഉണ്ടോ, അവരെക്കുറിച്ച് ഇങ്ങനെ പരതുകയാണ് ഈ സോഷ്യൽ മീഡിയയിലും പലയിടത്തും. അവരെവിടെ ചില ആളുകളെ തേടുന്നതാണ് കേട്ടോ 2 ഓഫ് വാണ്ട്സ്. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും കമ്മ്യൂണിക്കേഷൻ ഉള്ള എല്ലാ മേഖലയിലും ഒരാളെ നിങ്ങൾ തേടുന്നതാണ്. അയാൾ വരുന്നുണ്ടോ, പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അയാളുടെ അപ്ഡേഷൻസ് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ 2 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇന്ന് എന്തായാലും നിങ്ങൾ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമോ, ഫേസ്ബുക്ക്, വാട്സപ്പ്, പിന്നെ എന്തൊക്കെയുണ്ട് അതെല്ലാം കേട്ടോ, യൂട്യൂബൊക്കെ. നെക്സ്റ്റ് 9 ഓഫ് സോഡ്സ് ആണ്. ഉറക്കമില്ലാത്ത രാത്രിയാണ് കടന്നു പോയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ മെൻ്റൽ പ്രഷർ, വേദന, വിഷമം, കടുത്ത ഡിപ്രഷനൊക്കെ കൊണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഉറങ്ങാത്തത്. ചിലപ്പോൾ നിങ്ങൾക്ക് വയ്യാത്തത് കൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ, പനിയായിരിക്കാം, വയറുവേദനയായിരിക്കാം, പുറംവേദന, അങ്ങനെ ബാക്ക് പെയിൻ, കാലുവേദന, അങ്ങനെ പെയിൻ കൊണ്ട് നിങ്ങൾ ഉറങ്ങാത്തതാവാം. ചിലപ്പോൾ മെൻ്റൽ പ്രഷറും ഓവർ തിങ്കിങ് കൊണ്ട് ഉറങ്ങാത്തതാവാം. അസുഖം കൊണ്ടാവാം. പിന്നെ നിങ്ങൾക്ക് പിറ്റേ ദിവസം നാളത്തെ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഇന്നലത്തെ കാര്യമാണ് പറയുന്നത്. ഇന്നലെ രാത്രി നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല. അപ്പോൾ ഇന്നത്തെ ടെൻഷൻ ഓർത്തിട്ടായിരിക്കും നിങ്ങൾ ഇന്നലെ ഉറങ്ങാതെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നലത്തെ രാത്രി നിങ്ങൾ ഭയന്നിട്ടായിരിക്കും കിടക്കുന്നത്. രാവിലെ എണീറ്റ് അത് പോകണം ഇത് പോകണം അങ്ങനെയുള്ള ചിന്തകളിലായിരിക്കും നിങ്ങളുള്ളത്. അപ്പോൾ ആ ചിന്തകളിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ മെൻ്റൽ പ്രഷർ കൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നില്ല എന്നാണ് കാണുന്നത്. ചിലപ്പോൾ വയ്യാത്തത് കൊണ്ടാകാം. പിന്നെ പഴയ കാര്യങ്ങൾ ഓർത്ത് വേദനിച്ച് വിഷമിച്ച് കിടന്നതുകൊണ്ടും ആകാം. മെൻ്റൽ പ്രഷർ ഉണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ ദുസ്വപ്നം കാണുക, അങ്ങനെയൊക്കെ ആകാം. പിന്നെ ഒരു വളരെ ആങ്സൈറ്റി ഡിസോർഡറാണ്. ആങ്സൈറ്റി ഡിസോർഡറുള്ള കുറേ അധികം ആളുകളുണ്ടെന്ന് തോന്നുന്നു. ഈ പിറ്റേ ദിവസം നടക്കുന്ന എന്താണെന്ന് ഓർത്തിട്ട് തലേദിവസം തന്നെ ഉറങ്ങാതിരിക്കുകയല്ലേ. ഇപ്പം അടുത്ത മാസം വെള്ളം പോകുമെന്ന് ഓർത്ത് ഇപ്പോഴേ മുണ്ട് പൊക്കി പിടിക്കാന്നൊക്കെ പറയുന്ന ഫീലിംഗ് ആണ്. അതായത് ആങ്സൈറ്റിയാണ്. ഭയങ്കര പേടി കൊണ്ട്, ആകുലതകൾ കൊണ്ട് ഉറങ്ങാതിരിക്കുന്ന ആളുകളുടെ അവസ്ഥയാണ് കേട്ടോ. പേടി, ഡിപ്രഷൻ, ഫിയർ, അതൊക്കെ ആയിരിക്കാം. വയ്യാത്തത് കൊണ്ടും ആകാം കേട്ടോ. ഉറക്കമില്ലായ്മ കൊണ്ടും ആകാം കേട്ടോ. പിന്നെ ട്രോമ കൊണ്ടാകാം. പിന്നെ പ്രതീക്ഷയില്ലാത്തത് കൊണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാണുന്നത്. നെക്സ്റ്റ് പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ആളുകളെ കാണുന്നുണ്ട്. 7 ഓഫ് പെൻറ്റക്കിൾസ്. പണമായിരിക്കാം, വ്യക്തികളായിരിക്കാം കേട്ടോ. നിങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ്. ആളെ മിസ്സിങ് ആണ്. എവിടേക്കോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ മിസ്സിങ് ആയി പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ്. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ അപ്ഡേഷൻസ് കിട്ടാൻ വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ ഈ ആളെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവരെ നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ സ്വന്തമാണ്, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്കത് ഉപയോഗപ്രദമല്ല. അത് പണമായാലും ആളായാലും. അപ്പോൾ അവരെ കാത്തിരിക്കുന്നതായിട്ടാണ്. പണത്തിന് വേണ്ടിയായാലും ആൾക്ക് വേണ്ടിയായാലും വെയിറ്റ് ചെയ്യുന്നതാണ് ഈ 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് പണത്തിന് ഇന്ന് എന്തായാലും ആവശ്യമുണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ട്, ഇന്ന് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ആ പണത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആണ്, കാത്തിരിക്കുന്നു എന്നാണ് 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇത് സ്പിരിച്വാലിറ്റിയിലുള്ള കുറച്ച് ആളുകൾക്ക് ഒരു സ്റ്റാഗ്നേഷൻ പീരീഡ് വന്നിട്ട് അവിടെ നിങ്ങൾ സ്പിരിച്വൽ വേയിൽ നെക്സ്റ്റ് എന്താണെന്ന് കാത്തിരിക്കുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. നെക്സ്റ്റ് 3 ഓഫ് വാണ്ട്സ് ആണ്. വീണ്ടും ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു ഈ 2 ഓഫ് വാണ്ടും 3 ഓഫ് വാണ്ടും വന്നിട്ടുണ്ട്, 4 ഓഫ് വാണ്ടും ഉണ്ട്. അപ്പോൾ ഈ പാഷനെ ചേസ് ചെയ്ത് പോകുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ഒരു പകുതി ഘട്ടം നിങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു മുന്നോട്ടുള്ള പോക്ക്, നിങ്ങളുടെ മുന്നോട്ട്, അതായത് ജീവിതത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിൽ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി നിങ്ങൾക്ക് ഇന്ന ദിവസം തുറന്നു കിട്ടുന്നുണ്ട്. അവിടെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നു. അതിനുള്ള എന്താ പറയുന്നത്, മുന്നോട്ട് പോകണോ വേണ്ടോ എന്നുള്ള തീരുമാനം ഫിക്സ് ചെയ്യുന്നു. അതിനുള്ള പ്രതിവിധികൾ നിങ്ങൾ സ്വീകരിക്കുന്നു, മുന്നോട്ട് പോകുന്നു. പ്രിപ്പറേഷൻസ് ആൻഡ് പ്ലാനിങ്സ് നടത്തുന്നു, മുന്നോട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പാഷനെ ചേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് കാണുന്നത്. ഇത് വിദേശത്തേക്ക് പോകാനൊക്കെ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിസയോ സ്റ്റാമ്പിങ്ങോ മെഡിക്കലോ എന്താണോ പ്രൊസീജിയേഴ്സ് പെൻഡിങ് കിടക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ മുന്നോട്ടേക്ക് എന്തിനു പോകുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഇന്നേ ദിവസം വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. മുന്നോട്ട് തന്നെ പോകാൻ
പറ്റും. അപ്പോൾ മുന്നോട്ട് പഠിക്കണമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിന് പോകാൻ പറ്റും. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അതിന് പറ്റും. യാത്ര പോകണമെന്ന് ആലോചിക്കുന്നവരാണെങ്കിൽ അതിന് പോകാം എന്നുള്ളൊരു കൺഫർമേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു പ്രതീക്ഷ കിട്ടുന്ന ദിവസം എന്നാണ് ഈ 3 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഓക്കെ, പ്രിപ്പറേഷൻസും പ്രോഗ്രഷനും ഒക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ നമുക്ക് മുന്നോട്ടുള്ളൊരു വീക്ഷണത്തോടു കൂടി പ്രവർത്തിക്കുക എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരുപാട് ശേഷം നടക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ ഒരു മുൻകൂട്ടി കണ്ട് അതിന് വേണ്ടിയിട്ടൊരു പ്രവർത്തനം നടത്തുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പിന്നെ വിദേശത്തേക്ക് അവസരം നോക്കിയിരിക്കുന്ന ആളുകളെയും കാണാം. ലാസ്റ്റ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ പണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്നും ചെയ്യുന്നതല്ലാത്ത മേഖലകളിൽ നിന്നുകൂടിയും പല സ്രോതസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളമായിട്ട് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ ഇന്ന് ഇമോഷണലി വളരെ സ്റ്റേബിൾ ആയിരിക്കും, വളരെ ജനറസ് ആയിരിക്കും. മറ്റുള്ളവർക്കും കൂടെ കയ്യിലുള്ളതൊക്കെ ഷെയർ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉള്ള ദിവസമാണ്. പ്ലസ് വളരെ ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ട്. പിന്നെ സ്റ്റെബിലിറ്റി ഉള്ള ദിവസമാണ്. വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കും. നിങ്ങൾ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേഴ്സണാണെന്ന് മറ്റുള്ളവർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഒരു ദിവസമായിരിക്കും. നിങ്ങളെ സംബന്ധിച്ചൊരു പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി, ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഓപ്പൺ ആവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഓട്ടം വന്നിരിക്കുന്ന ഫുൾ കാർഡാണ്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിലെ ട്രോമകളെല്ലാം ഉപേക്ഷിക്കുന്നു എന്നാണ്. പാസ്റ്റിലെ ട്രോമാസ് എല്ലാം നിങ്ങൾക്ക് ഇന്ന് ഹീൽ ആവുന്നുണ്ട്. എന്നിട്ട് ഒരു പുതിയ തുടക്കം എന്നാണ്. ഫുൾ കാർഡ് പുതിയ വളരെ ബ്രാൻഡ് ന്യൂ നിങ്ങളാണ്. അപ്പോൾ ഇന്നസെൻസ് ആയിട്ട് നിങ്ങൾ പുതിയ പാസ്റ്റിലെ ബാഗേജസ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഫുൾ കാർഡ് പറയുന്നത്. ഒരു പുതിയ സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഫുൾ കാർഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് ഗൈഡൻസ്? എന്താണ് ഏഞ്ചൽസ് ഗൈഡൻസ്? പോസിറ്റീവായിട്ടിരിക്കുക. 3 ചോദ്യങ്ങൾ മനസ്സിൽ ഓർക്കുക. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുന്നതായിരിക്കും. 3 കാർഡിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം, ഒന്നാമത്തെ ചോദ്യം മനസ്സിലോർത്തോ. ഉത്തരം റിമെയിൻ പോസിറ്റീവ് എന്നാണ്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകളുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയിട്ട് പോസിറ്റീവായിട്ടിരിക്കാനാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് കാർഡ്. സെക്കൻഡ് കാർഡ് വന്നിട്ട് ലെറ്റ് ഗോ ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിനെ ലെറ്റ് ഗോ ചെയ്ത് വിടുക. അപ്പോൾ അത് ഡെത്തായി പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും പുതിയ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത്. അതാണ് ലെറ്റ് ഗോ എന്ന കാർഡ് പറയുന്നത്. തേർഡ് കാർഡ് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ആണ്. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമെന്നാണ് ഏഞ്ചൽസിൻ്റെ 3ാമത്തെ ഉത്തരം. ഓക്കെ, അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഏഞ്ചൽസും ഗൈഡൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. നിങ്ങൾ പൂർണ്ണമായിട്ടും എന്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. മറ്റ് വരുംവരായികളെക്കുറിച്ചോ ഒന്നും തൽക്കാലം ചിന്തിക്കേണ്ട. വേണ്ടാത്തതാണെന്ന് തോന്നിയാൽ ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊള്ളുക. അടുത്ത കുറച്ച് മാസങ്ങൾക്കകം തന്നെ അതെല്ലാം റെഡിയായി കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ലവേഴ്സിനുള്ള ഗൈഡൻസ്. ഓക്കെ, ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ച് നിങ്ങളിലേക്ക് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഒരു ചാൻസും കൂടി കൊടുക്കാനാണ് പറയുന്നത്. ഇൻ കേസ് നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കുവാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് ചിലപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് ഒരു റിക്വസ്റ്റുമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊരു ചാൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. വർത്ത് വെയിറ്റിംഗ് ഫോർ. ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. നിങ്ങളപ്പോൾ ഗിവ് അപ്പ് ചെയ്ത് പോകരുത്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഡിവൈൻ ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണിപ്പോൾ ഇനി വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. അത് ഇതിനിടയ്ക്ക് എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള സെൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പറയുക. കാരണം ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന എന്താണെന്ന് മനസ്സിലാവാതെ വരുമ്പോഴാണ് ഈ ബ്രോക്കൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴാണ് റിലേഷൻഷിപ്പുകളും ബ്രോക്കൺ ആയി പോകുന്നത്. അപ്പോൾ ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടാക്കുക, ഡീപ്പായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാക്കുക. അപ്പോൾ ക്ലാരിറ്റി കിട്ടും, റിലേഷൻഷിപ്പിന് സ്മൂത്ത്നെസ്സും കിട്ടുമെന്നാണ് ലവ് ഏഞ്ചൽസും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഹൈപ്പ് ബട്ടൺ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.